Meet the editors. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. BJP ഇല്ലാതെ വികസിത കേരളം സാധ്യമാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് നേടി വിജയക്കൊടി പാറിക്കുമെന്നും പുത്തരിക്കണ്ടം മൈതാനിയിൽ അമിത്ഷാ അവകാശവാദം ഉന്നയിച്ചു. 15 വർഷമായി കേരളത്തെ വീക്ഷിക്കുന്നുണ്ട്. സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സമയമായിരിക്കുന്നു. 2026 BJP കേരളത്തിൽ അധികാരത്തിലെത്തും. BJPയുടെ ഭാവി ഇവിടെ ശോഭനവും കരുത്തുറ്റതുമാണ്. പുത്തരിക്കണ്ടത്ത് BJP വാർഡുതല നേതൃസംഗമത്തെ സാക്ഷിയാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടിയുടെ മിഷൻ കേരളയുടെ രജതരേഖ പ്രഖ്യാപിച്ചു. ഭാജപको 11% വോട്ട് दिए, 19 में 16%, 24 में 20% वोट दिया. अब बारी है भाजपा की सरकार बनाने की बारी है. मैं केरल के मतदाता भाइयों बहनों को कहने आया हूं कि 2026 का चुनाव NDA बीजेपी के नेतृत्व में, मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है. കേരളം LDF-നും UDF-നും നിരവധി അവസരം നൽകി. അക്രമവും അഴിമതിയും പ്രീണനവുമാണ് അവർ തിരികെ നൽകിയത്. BJP ഇല്ലാതെ വികസിത കേരളം സാധ്യമാകില്ലെന്നും പറഞ്ഞ രാഷ്ട്രീയ അവകാശവാദത്തിന് അമിത്ഷാ അടിവരയിട്ടു. LDF और UDF का ट्रैक रिकॉर्ड भ्रष्टाचारी सरकारों का ट्रैक रिकॉर्ड. मैं आज आप सबके माध्यम से केरल की जनता को कहने आया हूं, विकसित केरलम का नारा भाजपा NDA के अलावे संभव ही नहीं. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കണം. 10 നഗരസഭകളിലും 21,000 വാർഡുകളിലും വിജയം ഉറപ്പാക്കണം. തിരഞ്ഞെടുപ്പിനൊരുങ്ങാൻ പാർട്ടി പ്രവർത്തകർക്ക് ലക്ഷ്യങ്ങൾ അക്കമിട്ട് നൽകിയാണ് അമിത്ഷാ ദില്ലിയിലേക്ക് വിമാനം കയറിയത്. അമിത്ഷാ ലക്ഷ്യം നേടുമോ? ോടെ കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. പിടിച്ചെടുക്കുമോ എന്നാണ് ചോദ്യം. ജിമ്മി, നമ്മൾ പലപ്പോഴും BJP നേതാക്കളുടെ അമിത ആത്മവിശ്വാസം കേട്ടിട്ടുണ്ട്. 33 സീറ്റ് കിട്ടിയാൽ പോലും 30 സീറ്റ് കിട്ടിയാൽ പോലും അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞത് K. സുരേന്ദ്രനാണ് നേരത്തെ. ഇപ്പോൾ അമിത്ഷാ പക്ഷേ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള കോർപ്പറേഷനുകൾ പിടിക്കണം, 10 മുനിസിപ്പാലിറ്റികൾ പിടിക്കണം, 20,000-ഓളം വരുന്ന വാർഡുകളിലും നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താനായാൽ 2026 71 സീറ്റിലേക്ക് എത്താം എന്നാണ്. സാധ്യമാണോ? പിടിച്ചെടുക്കാനാകുമോ? ഈ 2026 അമിത്ഷായ്ക്ക് വർഷം മാറിപ്പോയതായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ നിയമസഭയിലെത്തും എന്ന് പറയാൻ വന്നിട്ട് നിയമസഭ പിടിക്കും എന്ന് പറഞ്ഞു പോകാനാണ് സാധ്യത. അമിത്ഷായ്ക്ക് ചെറിയ പുള്ളിയുടെ തള്ളുകൾ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 2 അക്കം നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞു, ഒരു സീറ്റ് പിടിച്ചു. അത് പക്ഷേ ഇതിനകത്തൊരു വേറൊരു വസ്തുത കൂടിയുണ്ട്. കേരളത്തിലെ ജനം എങ്ങനെയാണ് BJPയെ കണ്ടുകൊണ്ടിരുന്നത് എന്നതിൽ നിന്ന് ഇപ്പോഴെങ്ങനെയാണ് കാണുന്നതെന്നൊരു പ്രകടമായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2019 നിന്ന് 3.25% കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ഷെയർ ഉയർത്തിയത്. അധികാരത്തിലിരിക്കുന്ന പാർട്ടി വീണ്ടും അധികാരത്തിൽ അവിടെ തുടരും എന്ന ഒരു പ്രതീക്ഷ. ആ സമയത്ത് 11 നിയമസഭാ സീറ്റിൽ കഴിഞ്ഞ ലോക്സഭയിലെ കണക്കെടുത്ത് നോക്കിയാൽ BJP മുന്നിലെത്തിയിട്ടുണ്ട്. ഇത് 11 CPMൻ്റെ സീറ്റുകളാണ്. പിന്നെയുള്ള 9 എണ്ണത്തിൽ 2ാം സ്ഥാനം. ഈ 2ാം സ്ഥാനത്തിൽ 5 എണ്ണം UDF, 4 എണ്ണം LDF. വളരെ ക്ലോസ് ആയിട്ട് കോൺടെസ്റ്റ് ചെയ്ത 10 സീറ്റുകൾ, അതായത് 5,000 വോട്ടിൽ താഴെ, അവിടെ 3ാം സ്ഥാനത്താണ് BJP. അപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ BJPക്ക് വോട്ട് കൊടുക്കാൻ ജനത്തിന് മടിയില്ല എന്നുള്ളൊരു കാലത്തിലേക്ക് നമ്മളെത്തുന്നു. വളരെ കാര്യമായി BJPയുടെ വോട്ട് ഷെയർ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ, അങ്ങനെ ഒരു വലിയ ഗ്രോത്ത് നമ്മൾ കാണുന്നില്ല. 2016 10.6%, അവിടെ നിന്ന് 2024 11.4. വളരെ ചെറിയ വോട്ട് ഷെയറിൻ്റെ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ കാരണം അങ്ങനെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി കേരള നിയമസഭ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി BJPയെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ല. പിന്നെ ഇത്രയും പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ പൊതുവായ വോട്ട് ചിത്രം, വോട്ട് ഷെയർ എന്ന് പറയുന്നത്
ഒരു ഫാലസിയാണ്. കാരണം ചിലപ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സീറ്റ് വോട്ട് കിട്ടും, അത് കുറച്ച് കുറയാൻ കൂടാം. പക്ഷേ ഒരു നിയമസഭാ സീറ്റിലുള്ള നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം. 10% താഴെ വോട്ട് ഷെയർ ഉണ്ടായിരുന്ന സമയത്താണ് നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചത്. അങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ 2021 നിയമസഭാ കണക്കാണ് ശരിക്കും ഇതിനകത്ത് റിയലിസ്റ്റിക്കായി എടുക്കേണ്ടത്. 2ാം സ്ഥാനത്ത് BJP എത്തിയ 9 സ്ഥലങ്ങളുണ്ട്. 9 സ്ഥലങ്ങളിൽ 6 LDF, 3 UDF. BJPയുടെ ഏറ്റവും അവസാനത്തെ ട്രാക്ക് റെക്കോർഡ് അതാണ്. അവിടെ വരെ എത്തി നിൽക്കുന്നുണ്ട് BJP. ഇവിടുന്ന് BJP മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നിയമസഭയുടെ കാര്യത്തിൽ. ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ വരാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന തിരുവനന്തപുരത്ത് നേമത്ത് കഴിഞ്ഞ തവണ CPM ആണ് ജയിച്ചത്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ചാത്തന്നൂർ ഇത്തരം സ്ഥലത്ത് ഇടതുമുന്നണി CPI ആണ്. ചാത്തന്നൂർ ഇത്തരം സ്ഥലത്ത് ഇടതുമുന്നണിയാണ് ജയിച്ചത്. മോൾട്ടുമ്പോൾ മലമ്പുഴയിലും A പ്രഭാകരൻ ജയിക്കുന്നു. BJP 2ാം സ്ഥാനത്ത് വരുന്നു. ഈ നേമത്ത് ഒ രാജഗോപാൽ ജയിച്ച സ്ഥലത്താണ് CPM അക്കൗണ്ട് പൂട്ടിയത്. അക്കൗണ്ട് പൂട്ടിച്ചത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ ഒരു നല്ല സ്ഥാനാർത്ഥി വന്നപ്പോഴാണ് അതെ അക്കൗണ്ട് പൂട്ടിയത്. നിയമം ഒരു കേസ് സ്റ്റഡിയാണ്. കേരളത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ ഇടതുമുന്നണിയും UDFും കളത്തിലിറക്കിയാൽ BJP വേർക്കും. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് നേമത്ത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ഓട് പിടിച്ചു നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വന്നാൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ LDF ജയിക്കും, അല്ലെങ്കിൽ UDF ജയിക്കും. കാരണം കേരളത്തിൽ ജനങ്ങൾ BJP അധികാരത്തിലെത്തും എന്ന് വിചാരിക്കുന്നതേ ഇല്ല. അതുകൊണ്ടാണ് BJPക്ക് നേമത്ത് തുറന്ന അക്കൗണ്ട് പൂട്ടേണ്ടി വന്നത്. കോൺഗ്രസിൻ്റെ മോശം സ്ഥാനാർത്ഥിയാണ് നേമത്ത് BJPയെ ജയിപ്പിച്ചത്. ഇനി വേറൊരു രീതിയിലും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വടക്കോട്ട് പോയാൽ ഇങ്ങനല്ല. മഞ്ചേശ്വരം, കാസർഗോഡ് 2 മുസ്ലിം ലീഗാണ് ജയിച്ചത്. CPM 3ാം സ്ഥാനത്ത് പോയി. ടാക്റ്റിക്കൽ വോട്ടിംഗ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. CPM വോട്ട് മറിച്ചു. കാരണം CPM വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലമാണ്. മഞ്ചേശ്വരത്ത് CPM വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. നോക്കൂ, LDFും UDFും സിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലത്ത് അവരുടെ വോട്ടുകൾ പിടിച്ചാൽ BJP ജയിക്കില്ല. ഇവർ രണ്ടുപേരും ആരൊരാളെ ജയിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഈ CPMോ അല്ലെങ്കിൽ UDFോ LDFോ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലത്ത് അവർ നല്ല സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വോട്ട് BJP ഇതര സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും. ഒരു കാലത്ത് മഞ്ചേശ്വരത്ത് BJPയെ സുരേന്ദ്രനെയൊന്നും നിലം തൊടിക്കായിരുന്നു CPMൻ്റെ ടാക്റ്റിക്കൽ വോട്ടിങ്ങാണ്. ഇതേ സാധനം പാർലമെൻറ്റിൽ നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് ശശി തരൂർ, ഇപ്പോൾ BJP പാളയത്തിലേക്ക് ചാഞ്ഞിരുന്ന ശശി തരൂർ ഒരു കാരണവശാലും BJP ജയിക്കാതിരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷം കൊടുത്ത വോട്ടാണ് ശശി തരൂരിനെ ജയിപ്പിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ചുരുക്കം ഇതാണ്: കേരളത്തിൽ BJPക്ക് അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യതയില്ലാമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നിടത്തോളം കാലം UDFനും LDFനും വളരെ ശക്തിയുള്ള മണ്ഡലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥികൾ സ്ട്രോങ് ആയി നിന്നാൽ തന്നെ BJPയെ തടയാനാവും. CPMോ LDFോ UDFോ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലങ്ങളിൽ അവർ ടാക്റ്റിക്കൽ വോട്ടിംഗ് നടത്തിയില്ലെങ്കിൽ BJP ജയിച്ചു കയറും. ഇതിലേത് വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം. ഇപ്പം മഞ്ചേശ്വരത്തും കാസർഗോഡും ഒന്നും ഇനി ഇടതുമുന്നണി അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് വ്യക്തതയില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു തവണ കൂടി ഭരണം പിടിക്കാനുള്ള CPMൻ്റെ ഒരു വലിയ ശ്രമത്തിനിടയിൽ അങ്ങനെ ടാക്റ്റിക്കൽ വോട്ടിംഗ് അവർ കോൺഗ്രസിന് വേണ്ടി ചെയ്യുമോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, ഈ 9 സീറ്റ് അല്ലല്ലോ, കേരളത്തിൽ 140 സീറ്റുണ്ട്. ബാക്കി 131 സീറ്റിൽ BJPയുടെ നിലപാട് എന്തായിരിക്കും? അവർ തന്നെ പറയുന്നത് 5 മുതൽ 10 സീറ്റ് വരെ ജയിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ BJP ബാക്കിയുള്ള 130 സീറ്റിൽ എങ്ങനെ ഇരിക്കും? ആ BJPയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ചർച്ചകൾ അണിയറയിൽ അങ്ങനെയൊക്കെ നടന്നാൽ ഈ ടാക്റ്റിക്കൽ വോട്ടിംഗ് അത്തരം സാധനങ്ങളെല്ലാം ചിലപ്പോൾ ഇതുവരെ നടന്നതുപോലെ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ BJP അക്കൗണ്ട് തുറന്നേക്കും. അക്കൗണ്ട് തുറക്കും. അങ്ങനെയാണെങ്കിൽ ടാക്റ്റിക്കൽ വോട്ടിംഗ് നടന്നിട്ടില്ലെങ്കിൽ BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട്. വളരെ ചുരുക്കം സ്ഥലങ്ങൾ, 5 പോവില്ല, 1, 2, 3 സ്ഥലങ്ങൾ തുറന്നേക്കാം. വീക്ക് കാൻഡിഡേറ്റ് വന്നാലും, ഇടതുമുന്നണിക്കോ UDFനോ വീക്ക് കാൻഡിഡേറ്റ് വന്നാലും BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ഇങ്ങനെയല്ല സ്ഥിതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ പഞ്ചായത്ത്, നഗരസഭ, ഇവിടെയൊക്കെ വേണമെങ്കിൽ BJP ജയിക്കാം എന്ന ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ചെറിയ സ്ഥലമാണ്. കഴിഞ്ഞ തവണ ഇപ്പോൾ 12 മുനിസിപ്പാലിറ്റി അടക്കം പാലക്കാട് പലയിടത്തും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആണ് BJPക്ക് കരുത്ത് കാണിക്കാനുള്ള
ഒരു ഒരു സുവർണ അവസരം. കുറച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർ കടന്നു കയറും എന്നുള്ളത് സത്യമാണ്. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും തമ്മിൽ പുലബന്ധം പോലും ഉണ്ടാകില്ല. BJP അക്കൗണ്ട് തുറന്നാലായി. പക്ഷേ ഈ നിയമസഭയിൽ പ്രധാന പ്രതിപക്ഷം പോയിട്ട് 2 അക്കത്തിലേക്ക് എത്തുന്ന കാര്യം പോലും ആലോചിക്കുക വേണ്ട. BJP അതിൻ്റെ അടുത്ത് പോലും എത്തില്ല. നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അമിത്ഷാ പറയുന്നത്. അതിനുള്ള സ്ട്രാറ്റജി അദ്ദേഹം മുന്നിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു അഴിമതിയുള്ള സർക്കാരായി വരുത്തി തീർത്ത് പ്രതിച്ഛായ മോശമാക്കുക, അഥവാ പ്രതിച്ഛായക്കെതിരെയുള്ള വെല്ലുവിളി. രണ്ടാമത്തത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പിടിക്കുക. അതിൽ തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, പിന്നെ 20,000-ഓളം വാർഡുകൾ. താഴെത്തട്ടിൽ നിന്ന് വേണം പാർട്ടി അധികാരത്തിലേക്ക് വരാൻ എന്ന സൂചന നൽകുന്നുണ്ട്. ഇപ്പോൾ തന്നെ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും എന്നൊരു പ്രതീതി BJPക്ക് ഉണ്ട് താനും. ഇതെങ്ങനെയാണ് 71-ലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. പിടിച്ചെടുക്കാനാണോ? ഞാൻ വിചാരിക്കുന്നത് 2018 അമിത്ഷാ കണ്ണൂർ പ്രസംഗിച്ച സമയത്ത് ഈ സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്ന് പറഞ്ഞ് നമ്മളാരും വലിച്ചു താഴെയിടുന്ന കണ്ടില്ലല്ലോ. 2018 എന്താണ് അന്ന് ശരണം വിളിച്ചുകൊണ്ട് തുടങ്ങുകയും ശരണം വിളിച്ചുകൊണ്ട് അവസാനിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ശബരിമലയായിരുന്നു കത്തി നിന്നത്. BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ മതാടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോവുകയും അത് വോട്ടായി ക്രോഡീകരിക്കുകയും അതിൽ കൂടെ വിജയിച്ച് കയറുകയും ചെയ്യുന്ന ശൈലിയാണ് BJPക്കുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 54% അല്ല 55% ഹിന്ദുക്കൾ കേരളത്തിലുണ്ടെങ്കിലും അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അമിത്ഷായുടെ ഏറ്റവും ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യത്തെ ബുദ്ധി എന്ന് പറയുന്നത് SNDPനെ ഈഴവ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് BDJS ഉണ്ടാക്കിയത്. അങ്ങനെയാണല്ലോ. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ, നായാടി മുതൽ നമ്പൂതിരി വരെ, അല്ലേ, നമ്പൂതിരി വരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിരിക്കുകയും അത് അധികാരത്തിൽ BJPയിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിരുന്നു വെള്ളാപ്പള്ളി നടേശനെടുത്ത് കയ്യിൽ വെച്ചത്. ആ വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ സംവിധാനങ്ങളും എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ 2001 ഇലക്ഷനിൽ, നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് വലിയ രീതിയിലുള്ള ബഹളങ്ങളായിരുന്നു നടന്നത് 2016. ആ ബഹളങ്ങളിൽ മുൻപിൽ നിന്നത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു, അല്ലേ? കുടത്തിൽ താമര വിരിയുന്നായിരുന്നു കേരളത്തിൽ പറഞ്ഞ കുടത്തിൽ താമര വിരിയും എന്നുള്ളത്. എവിടെയെങ്കിലും വിരിഞ്ഞത് നമ്മൾ കണ്ടോ? ഒരു കുടത്തിലും താമര വിരിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായി വളരെ സ്ട്രോങ് ആയ ഒരു സംസ്ഥാനമാണ്. അവിടെ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും ഒരു പക്ഷേ കൂടുതൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നത് UDFൻ്റെ ഭാഗത്തേക്കാണ്. അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ഹിന്ദു വോട്ടുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ CPM ഇടതുപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണ് അവർ. അവിടുന്ന് എത്ര ശതമാനം വോട്ട് BJPക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് 2024 ഇലക്ഷൻ്റെ അകത്ത് 20% വോട്ട് കിട്ടി എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഇലക്ഷനാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ സംബന്ധിച്ചിടത്തോളം എന്താണ്, BJP നാഷണലി അധികാരത്തിൽ വരും, കേന്ദ്രത്തിൽ അധികാരം വരും എന്നുള്ള ഒരു ട്രെൻഡുള്ള സ്ഥലത്താണ്. മലയാളികളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു 80% ആൾക്കാരും ഏതാണ് പാർട്ടിയും പൊളിറ്റിക്സും ആളെയൊക്കെ നോക്കി വോട്ടിക്കും. 20% ആൾക്കാരുടെ ശൈലിയുണ്ട്, ജയിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ശൈലിയുണ്ട്. അങ്ങനെ ജയിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യുന്നൊരു ശൈലിയിൽപ്പെട്ടതാണ് ഈ പറയുന്ന 20% വോട്ടിങ്ങിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും കേരളത്തിൽ അങ്ങനെ വലിയ രീതിയിൽ BJP വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് തോന്നുന്നില്ല. കാരണം ഒരു 2-3% വർധനവ് വന്നേക്കാം. അത് വർധനവ് വരിക എന്ന് പറയുന്നത് കേരളം ഒട്ടാകെയാവും. ഒരു മണ്ഡലത്തിൽ BJPക്ക് വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 11 സ്ഥലത്ത് 1-ാം സ്ഥാനത്തെത്തി. ലോക്സഭാ ഇലക്ഷനിൽ 9 സ്ഥലത്ത് 2-ാം സ്ഥാനത്തെത്തി. ഈ 11 സ്ഥലത്തും 9 സ്ഥലത്തും നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ എണ്ണിക്കോളൂ. അവിടെ സ്ട്രോങ് ആയ LDFൻ്റെ കാൻഡിഡേറ്റുകളുണ്ട്. അവിടെ സ്ട്രോങ് ആയ ആ LDF കാൻഡിഡേറ്റിനെ ഇപ്പോഴത്തെ MLAനെ മറിച്ച് താഴെയിട്ടിട്ട് വേണം, അല്ലെങ്കിൽ വലിച്ച് താഴെയിട്ടിട്ട് വേണമല്ലോ ഈ BJPക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനെ ആ രീതിയിലുള്ളൊരു പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നതായും ഞാൻ വിചാരിക്കുന്നില്ല. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് വലിയ ഒരു പ്രൊഫഷണൽ നീക്കം നടത്തും. ഈ രാഷ്ട്രീയത്തിൽ പ്രൊഫഷണൽ നീക്കം എത്ര ശതമാനം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പ്രൊഫഷണൽ നീക്കം കൊണ്ടൊന്നും കാര്യമില്ല. ബൂത്താന്തരം കയറി വീടുകളിൽ പണിയെടുത്ത് വോട്ടിംഗ് ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇതാണ് ചെയ്യുന്നതെന്നും അവർക്ക് ആ പാർട്ടിയിലേക്ക് ആഭിമുഖ്യം ഉണ്ടാകുന്ന രീതിയിൽ ചർച്ച നടത്തി ജനങ്ങളെ കൂട്ടുകയും വേണം. അങ്ങനെയാണ് രാഷ്ട്രീയം വളരുക എന്ന് പറയുന്നത്. ആ രീതിയിൽ രാഷ്ട്രീയം വളർത്താൻ പറ്റിയ എത്ര നേതാക്കന്മാർ കേരളത്തിലുണ്ടെന്ന് നോക്കിയാൽ അത്ര വളരെ കുറഞ്ഞ നേതാക്കന്മാരേ ഉള്ളൂ. ഇപ്പോൾ BJPയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തെ വിട്ടുവിട്ടോ. വലിയ കാര്യമായിട്ട് ഇപ്പോൾ ഞാൻ പറയാം SNDPനെ BDJS കൂടെ ഉണ്ടെങ്കിലും SNDPയും ഈഴവ സമുദായം മുഴുവൻ LDFൻ്റെ കൂടെയാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BJP തോക്കുമെന്നും അവർക്ക് അസ്തിത്വമില്ല എന്നും അത് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്നത്
BDS-ന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വരെ പറയുന്നത് CPM ജയിക്കുമെന്നുള്ളതാണ്. അപ്പം SNDPയുടെ ഒരു അല്ലെങ്കിൽ എന്താണ് ഈഴവ സമുദായത്തിൻ്റെ ഒരു വലിയ പിന്തുണ LDF-ലേക്ക് പോയി. ഇനി ആകെ ഇവർ പ്രതീക്ഷിക്കുന്നത് എവിടെയാണ്? ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വോട്ട് പോലും കിട്ടാനും പോകുന്നില്ല. പിന്നെ കിട്ടാൻ പോകുന്നത് എവിടുന്ന? ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയാണ്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന് വേണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ വെക്കുന്നു, അനൂപ് ആൻ്റണീനെ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷോൺ ജോർജിനെ വെക്കുന്നു, 2 പേരെ വെച്ചു. മൂന്നാമത്തെ അവർ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെയും പിടിച്ചു, മുൻ അധ്യക്ഷനെയും പിടിച്ചിട്ട് ജിജി ജോൺസനെയാണെന്ന് തോന്നുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെച്ചു. ഇതാണ് അവരെന്താണ് അത്രയും പ്രാതിനിധ്യം ആർക്ക് കൊടുത്തിട്ടില്ല, അത്രയും പ്രധാനപ്പെട്ട മെയിൻ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടില്ല. മെയിൻ BJPയുടെ വർഷങ്ങളായി പാരമ്പര്യമുള്ള വെള്ളം കോരിയും വടിവെട്ടിയും പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു നേതാക്കന്മാർക്കും കൊടുക്കാത്ത പോസ്റ്റ് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ നേതാക്കന്മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു വലിയ രീതിയിലുള്ള വോട്ട് കിട്ടുകയും ആ വോട്ടിനൊപ്പം തന്നെ ഇവരുടെ പരമ്പരാഗതമായ ചില മണ്ഡലങ്ങളിലെ ഹിന്ദു വോട്ടുകൾ പ്രതികരിച്ച് ചില മണ്ഡലങ്ങൾ വിജയിച്ച് കയറാം എന്നാണ് വിചാരിക്കുന്നത്. അവർ വിചാരിക്കുന്നില്ല അധികാരത്തിലേക്കൊന്നും ഒരു പ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. 2026 എന്നുള്ളത് 31 ആവാനാണ് സാധ്യത. അപ്പം അവർ വിചാരിക്കുന്നത് അങ്ങനെ ഒരു 10%, 15% ചില പോക്കറ്റുകളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചില മണ്ഡലങ്ങളിൽ വിജയത്തിന് സാധ്യതയാവും എന്നുള്ളതാണ്. അപ്പം രാജീവ് ചന്ദ്രസേനെ പോലെ നടക്കുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BJP-ന് 2 ഓഫീസാണല്ലോ വന്നിരിക്കുന്നത്. ഒന്ന് പഴയ ഓഫീസും ഇപ്പോൾ പുതിയ സമുച്ചയവും. അപ്പോൾ പഴയ ഓഫീസിൽ എന്ന് പറയുന്നത് 125 ആൾക്കാരെ വെച്ച് വലിയ രീതിയിൽ പണിയെടുക്കുക, സോഷ്യൽ മീഡിയ പ്രൊപ്പഗൻഡ ഉണ്ടാക്കുക, അതുപോലെ തന്നെ വാർത്താ വിതരണ മന്ത്രാലയങ്ങളുമായി വാർത്താ ഏജൻസികളും വാർത്താ ചാനലുകളുമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റിൻ്റെ മുതലാളിനെയാണ് BJP-ൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ 2ാമതോ 3ാമതോ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ 1ാമത് നിൽക്കുന്ന ആളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഉദ്ദേശിക്കുന്നത് പറയുന്നത് കൈയടക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ മുഴുവൻ കൈയടക്കുകയും അവരെ പ്രസിഡൻ്റാക്കി വെക്കുകയും അതിൽ കൂടെ നേടിയെടുക്കാവുന്നത്രയും നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവലിലേക്ക് വർക്ക് എത്ര ശതമാനം വിജയിക്കുന്നുള്ളതാണ്. കേരളം എന്ന് പറഞ്ഞാൽ പ്രബുദ്ധരായ മലയാളികളുടെ കേരളമാണ്. അവിടെ അവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് പൊളിറ്റിക്കലി നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാരാണ്. ആരധികാരത്തിൽ വരണം, ആരധികാരത്തിൽ വരണ്ട എന്നുള്ളതാണ് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ കുതിച്ചുചാട്ടമൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ചില മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ ജിമ്മി സാറ് പറഞ്ഞ പോലെ ചില സ്ഥാനാർത്ഥികൾ വീക്കായാൽ ഒന്നും ചെയ്യാനില്ല. കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ വീക്കായാൽ ഒന്നും ചെയ്യാനില്ല, കോൺഗ്രസിൻ്റെ വോട്ട് BJP-ലേക്ക് പോകും. CPM-ൻ്റെ വോട്ട് സ്ഥാനാർത്ഥി വീക്കായാൽ ഒന്നും ചെയ്യാനില്ല, അത് BJP-ലേക്ക് പോകും. അതിലിനി എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ചില മണ്ഡലങ്ങളിൽ, കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ട്രോങ് ആയ UDF സ്ഥാനാർത്ഥി വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി വന്നേ പറ്റുള്ളൂ. അവിടേക്ക് ഈ പറഞ്ഞ LDF-ൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ വോട്ടുകൾ മറിയുകയും വേണം, അല്ലെങ്കിൽ അവിടെ ജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നേമത്തും വട്ടിയൂർക്കാവിലൊക്കെ നല്ല സ്ട്രോങ് ആയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും വലതുപക്ഷ സ്ഥാനാർത്ഥിയും വേണം, ഇല്ലെങ്കിൽ അവിടെ BJP ജയിച്ച് കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെയൊന്നും കേരളത്തിലെ കോൺഗ്രസ് ഇവർ തമ്മിൽ തല്ലാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസോ CPM ഒരു BJP സ്ഥാനാർത്ഥി വിജയിച്ച് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് കാൻഡിഡേറ്റ് നിർത്തി കൊടുക്കും എന്നുള്ളത് വിചാരിക്കും. അല്ലെങ്കിൽ അന്തർധാര വല്ലതും നടക്കണം. അങ്ങനെ അന്തർധാരയൊന്നും കേരളത്തിൽ നടക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? 2 കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്ക് ഉണ്ടാകും കേരളത്തിൽ. BJP-യുടെ കാര്യത്തിൽ വെച്ചിട്ട് കാസർഗോഡ് തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നല്ല രീതിയിൽ ഫണ്ടിങ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബൂത്ത് തലങ്ങളിൽ ഫണ്ടിങ് ഉണ്ടാവും. ഈ പഞ്ചായത്ത് തലങ്ങളിൽ ഇപ്പം നമ്മൾ നോക്കിക്കോളൂ എന്താ സംഭവിക്കുക. നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി എല്ലാ പഞ്ചായത്തുകളിലേക്ക് ലക്ഷക്കണക്കിന് എത്തും. കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫണ്ടില്ലാതെ നീങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അവിടെയാണ് ഒരു പഞ്ചായത്തിൽ ഈ 5-10 ലക്ഷം വെച്ച് ഒരു പഞ്ചായത്തിലേക്ക് ഇലക്ഷൻ വർക്കിന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സംബന്ധിച്ചിടത്തോളം ആ പൈസ മേടിക്കാനെങ്കിലും കുറച്ച് ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ ഒരു ട്രെൻഡൊക്കെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോവുക. അല്ലാതെ വലിയ രീതിയിൽ പൊളിറ്റിക്കലി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാനും പറ്റില്ല. പൊളിറ്റിക്കലി മൂവ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ BJP-യുടെ ഹിന്ദുത്വ രാഷ്ട്രീയം വെച്ചിട്ട് 2018-ലും 2021-ലും ആയിരുന്നു ഉണ്ടാക്കേണ്ടത്. ഇനി ഒരു ശബരിമലയില്ല കേട്ടോ. ഇനി ഒരു ഭാരതമാതയും കൊണ്ടൊന്ന് ശബരിമലയുടെ വലിപ്പം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഇപ്പോൾ ഉള്ള ശൈലിയിൽ പിന്നെന്താണെന്നറിയോ, പിന്നെ ശത്രുപക്ഷം ഉള്ളിലാണ്. മനസ്സിലായോ? ഇപ്പോൾ BJP 2 പക്ഷമാണല്ലോ. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ഒരു പക്ഷവും പുതിയ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പക്ഷവും 2 പക്ഷമാണ്. അപ്പോൾ എന്താണ് ഈ ഞണ്ടിൻ്റെ സ്വഭാവം പറഞ്ഞതാണ്, ഈ സ്ഥലത്ത് കൂടെ കയറി വരുമ്പോൾ അടുത്ത ഞണ്ട് വലിച്ച് താഴെ ഇടും, അടുത്ത ഞണ്ട് മേലെ കയറി വരുമ്പോൾ ഈ ഞണ്ട് വലിച്ച് താഴെ ഇടും. അപ്പോൾ ഇത് മേലെ കയറി എല്ലാവരും കൂടെ ഒന്ന് വിശാലമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നില്ല. അത് വിചാരിക്കുന്ന ശൈലിയില്ല. കാരണം എന്തുകൊണ്ടാണ്? സുരേന്ദ്രനും മുരളീധരനും മുൻപുള്ള സംസ്ഥാന പ്രതിഷ്ഠന്മാരും ഇല്ലാത്ത സമയത്ത് കേരളത്തിൽ MLA-മാരുണ്ടായിട്ടില്ല. ആകെയുള്ളത് തന്നെ
ഒരു ഒ രാജഗോപാലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഞാൻ ഇല്ലാത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ളപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു MLA കിട്ടാത്തപ്പോൾ ഇവിടുത്തെ കേരളക്കാർ മലയാളി പോലും അല്ലാത്ത അല്ലെങ്കിൽ മലയാളി ആണെന്ന് പറയപ്പെടുന്ന ഒരു പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഒരു MLA വരണ്ട എന്ന് നിശ്ചയിക്കുന്നതാണ് ഒരു ശൈലി എന്ന് പറയുന്നത്. അവരെങ്ങനെ മത്സരിച്ചാൽ പക്ഷേ മാറും. അല്ല, ആ മണ്ഡലം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മണ്ഡലം മാത്രമേ. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ തന്നെ മറ്റേ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ആ മത്സരിച്ചത് വോട്ട് പിടിക്കുന്നതിനൊപ്പം തന്നെ അതേ ശ്രമിക്കുന്നത് അതിനേക്കാളും കോൺസ്റ്റിറ്റ്യൂട്ടിയാണ് മറ്റൊരു മണ്ഡലത്തിൽ. അവിടെ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊക്കെ PhD എടുത്ത ആൾക്കാരാണ് ഇവർ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. 2026 എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സുജയിലേക്ക് എത്തിയാൽ, സുജയ, വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ പുതിയ മാരാർ ഭവൻ്റെ ഉദ്ഘാടനത്തിനെത്തുമ്പോഴും അമിത്ഷാ പറയുന്നത് 2026 ഇന്ത്യ അധികാരത്തിൽ വരണം എന്നാണ് അമിത്ഷാ പറയുന്നത്. നടക്കുമോ? നടത്താനായിട്ടാണല്ലോ അമിത്ഷാ ഇവിടേക്ക് വന്നതും പറഞ്ഞതും. നടക്കില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രതീക്ഷ പോലും തല്ലിക്കെടുത്തുന്ന തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെ ഇവിടെ ജിമ്മി സാർ അടക്കം സംസാരിക്കുന്നത് കേട്ടു. ഇതേ അമിത്ഷാ തന്നെയാണ് 2014 നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ച NDA സർക്കാർ എത്തിയപ്പോൾ മുതൽ, അന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അമിത്ഷാ. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതിനുശേഷം 2019 നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി. ഇപ്പോൾ 2024 മൂന്നാമത്തെ സർക്കാരും അധികാരത്തിലെത്തി. ഇനിയിപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലും NDAയുടെ തന്നെ സർക്കാരായിരിക്കും ഉണ്ടാവുക എന്നതും ഉറപ്പാണ്. അതല്ല എന്ന് ഇന്ത്യ മുന്നണി പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എല്ലാ ആയുധങ്ങളും എടുത്ത് പയറ്റി നോക്കിയിട്ടും 2024 അധികാരത്തിലേക്ക് എത്താൻ ഇന്ത്യ മുന്നണി എന്ന എല്ലാ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പ് എല്ലാത്തിനെയും ചേർത്ത് കൂട്ടിയ മുന്നണി ഉണ്ടാക്കിയിട്ട് പോലും അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അവിടെയും കൃത്യമായി സഖ്യകക്ഷികൾക്കൊപ്പം ഭരണത്തിലേക്ക് എത്താൻ NDAക്ക് സാധിച്ച ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഒരാളാണ് വന്ന് പറഞ്ഞത്. അതിനെ പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ചും ബംഗാളിൽ 34 വർഷത്തിന് ശേഷം ഭരണം പോയി, ത്രിപുരയിൽ അടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രയധികം തകർന്നുപോയി, കേരളത്തിൽ മാത്രം അവശേഷിച്ചിരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് BJPയുടെ വളർച്ചയെ തടയുക എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. കോൺഗ്രസ് ആകട്ടെ ഹരിയാനയിൽ വിജയിക്കുമെന്ന് പറഞ്ഞു, വലിയ രീതിയിൽ പോരാട്ടം കാഴ്ചവെച്ചു. എന്നിട്ട് അവസാനം എന്തായി? ഹരിയാനയിൽ ജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അവിടേക്ക് വിമാനം കയറാൻ നിന്ന ആളുകൾക്കൊക്കെ വിമാനം തിരിച്ചിറക്കേണ്ടി വന്നു. അതാണ് നമ്മൾ ഹരിയാനയിൽ കണ്ടത്. മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്, സഖ്യകക്ഷികൾക്കൊപ്പമാണ് അധികാരം പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് BJP തീർന്നു എന്ന് വിലയിരുത്തിയവരുടെ മുന്നിലേക്ക് മാസങ്ങൾക്കിപ്പുറം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത് ഇതേ അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമായി തന്നെയാണ്. ഹരിയാനയിൽ, അതിനുശേഷം രാജ്യതലസ്ഥാനത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ അധികാരം പിടിച്ചത് കണ്ടില്ലേ? അപ്പോൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഒരാൾ കേരളത്തിൽ വന്ന് പറയുമ്പോൾ അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛിക്കേണ്ട എന്നതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. ഇവിടെ അമിത്ഷാ വന്നത് വെറുതെയല്ല. അത് 2018 2015 പലതവണ അമിത്ഷാ ഇവിടെ വന്നിട്ടുണ്ട്. അമിത്ഷായുടെ ഈ കഴിഞ്ഞ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള വരവുകളുടെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതവണ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ജനരക്ഷാ യാത്ര 2017 നടത്തിയിട്ടുണ്ട്, 2018 വന്നിട്ടുണ്ട്, അങ്ങനെ ഓരോ തവണയും വന്നിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറഞ്ഞ ആൻഡ്രൂ സാർ അടക്കം ഇപ്പോൾ റെഫർ ചെയ്ത് പോയല്ലോ. പക്ഷേ ഇത്തവണത്തെ വരവ്, അല്ലെങ്കിൽ ഇത്തവണ വന്ന് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ, ഇത്തവണ അദ്ദേഹം നടത്തിയ യോഗങ്ങൾ, അതിനെ ആ ഒരു കാറ്റഗറിയിലേ അല്ല കാണേണ്ടത്. കാരണം ഇതുപോലെയുള്ള യോഗങ്ങളോ അല്ലെങ്കിൽ ഇന്ന് നടത്തിയതുപോലെയുള്ള പ്രസംഗങ്ങളോ കൂടിക്കാഴ്ചകളോ അമിത്ഷാ ഇതുവരെ കേരളത്തിൽ വന്ന് നടത്തിയിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തെ കൃത്യമായ ഒരു ഫോക്കസ് ആക്കി കേരളം പിടിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാക്കി. നേരത്തെ പല ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു കേരളം. പക്ഷേ ഇനി ലക്ഷ്യം കേരളമാണെന്നേ, കേരളം സാധ്യമാണ് എന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരളമാണ് ഫോക്കസ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ KG മാരാർ ഭവനോടെ ഉദ്ഘാടനം ചെയ്ത ആ കെട്ടിടത്തിന്റെ വലിപ്പമോ 50,000-ലധികം ചതുരശ്ര അടി വലിപ്പമുള്ള ആ കെട്ടിടത്തിന്റെ വലിപ്പം എന്നതിനപ്പുറം അതൊരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനം എന്ന ഒരു ചടങ്ങ് മാത്രമാണ് അവിടെ നടന്നത്. ലളിതമായ ഒരു ചടങ്ങാണ് അവിടെ നടന്നത്. ആ ചടങ്ങിന് ശേഷം താഴെത്തട്ടിലുള്ള ഗ്രാസ് റൂട്ട് തലത്തിലുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് LDFO അല്ലെങ്കിൽ UDFO ഈ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കായി ഇതുപോലെയുള്ള ഒരു സംഗമം ഇതുവരെ നടത്തിയോ? എന്തെങ്കിലും മുന്നൊരുക്കങ്ങളിലേക്ക് UDFO അല്ലെങ്കിൽ LDFO കടന്നോ? ഇല്ല. പക്ഷേ BJP കടന്നിരിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ, ഗ്രാസ് റൂട്ട് തലത്തിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനാണ് അമിത്ഷാ വന്നത്. അതാണ് ഈ മൂന്ന് മുന്നണികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലെ വ്യത്യാസമായി ഇവിടെ കാണേണ്ടത്. പരിശ്രമിച്ചാലേ കിട്ടുകയുള്ളൂ. പരിശ്രമിക്കാതെ കരക്കിരുന്നു കൊണ്ട് ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഡൽഹിയിൽ ഹൈക്കമാൻഡ് ചേർന്നിരുന്നിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കൽപ്പിച്ചിട്ടും കാര്യമില്ല. താഴേക്ക് ഇറങ്ങി വന്ന് വാർഡ് തലത്തിലുള്ള സാധാരണക്കാരായ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ചേർത്തിരുത്തിക്കൊണ്ട് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു പരിപാടിയാണ് ഇന്ന് അമിത്ഷാ നടത്തിയത്. അപ്പോൾ
പ്രവർത്തകരെ ഉണർത്തുക, അതാണല്ലോ ആദ്യം വേണ്ടത്. ഏത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും കുറച്ചധികം കഷ്ടപ്പെടണം. നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ 2026 അധികാരത്തിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിദൂര സ്വപ്നമല്ലേ, അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് അതെങ്ങനെ സാധിക്കുമെന്ന ഒരു ചോദ്യം അത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പക്ഷേ അത് അസാധ്യമായ ഒന്നാണ് എന്ന് കൽപ്പിച്ച് അതിനെ അങ്ങ് അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ 5 പേര് വീതം ഒരു വാർഡിൽ നിന്ന് വന്ന് അങ്ങനെയുള്ള കൃത്യമായ ഒരു പ്ലാനുള്ള അല്ലെങ്കിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ളൊരു ആസൂത്രണമുള്ള ഒരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ഒരു രൂപരേഖയുണ്ട് BJPക്ക്. അതെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് സമ്മതിച്ചു തരണം. ഇവിടെ വാർഡുതല നേതൃയോഗം സംഘടിപ്പിച്ചത് കൃത്യമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ്. ഇതേ സ്ട്രാറ്റജി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്നത്തെ യോഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നതടക്കം ഇനി നടക്കാൻ പോകുന്ന യോഗങ്ങൾ, മേഖലാ യോഗങ്ങൾ, താങ്കൾ ഒരുപാട് കുശുമ്പും പരിഹാസമൊക്കെ ഇരിക്കട്ടെ, കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ, പറഞ്ഞത് പൂർത്തിയാക്കിക്കോട്ടെ. പുത്തിരിക്കണ്ടത്ത് എത്ര ആളുണ്ടായിരുന്നു എന്നുള്ളത് ആൻഡ്രോ സാർ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാമറകളൊക്കെ വാങ്ങി ചാനലിൽ നൽകിയിരിക്കുന്നത് ആൻഡ്രോ സാറാണ്. അപ്പോൾ എല്ലാ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും നവകേരള സദസ്സിലൊക്കെ കസേര ഒഴിഞ്ഞു കിടന്ന പോലെ അവിടെ കസേര ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടില്ല. ആൻഡ്രോ സാർ എന്തായാലും അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഏറ്റവും നല്ല സൂമിംഗ് ഒക്കെയുള്ള ഏറ്റവും നല്ല നവകേരള സദസ്സിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഇല്ല, മാറിപ്പോയിട്ടൊന്നുമില്ല. നരേന്ദ്രമോദി ഏതോ സംസ്ഥാനത്ത് പോയ കാര്യം അല്ല, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. നവകേരള സദസ്സൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ശരി, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്തുക, അത്രയും സമയം കൂടി അപഹരിക്കുക, അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ഡോക്ടർ അരുൺ. അതുകൊണ്ട് ഞാൻ ആ തന്ത്രത്തിൽ വീഴുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ അഴിമതി പാർട്ടികളെ പുറത്താക്കിക്കൊണ്ട് അധികാരം പിടിക്കുക, വികസിത കേരളത്തിലേക്ക് എത്തുക, അതാണ് ലക്ഷ്യം എന്നുള്ളത് കൃത്യമായി അമിത്ഷാ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വികസിത കേരളം അതൊരു ടാഗ് ലൈനായി എടുത്തുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ആ ശ്രമങ്ങളിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് BJP. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്നത് എന്തിനാണ്? അവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ ശ്രമിക്കാൻ പോലും പാടില്ല. ഞങ്ങൾ അളിയനും കൂടി മാറി മാറി ഭരിക്കും എന്ന രീതിയിൽ അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. ഇന്ത്യ മുന്നണിയിലെ LDFും UDFും രണ്ടുപേരും ഇങ്ങനെ കൈമാറി താലം കൈമാറുന്നത് പോലെ അധികാരം കൈമാറുന്നു. കഴിഞ്ഞ തവണ മാറാൻ പറ്റിയില്ല, പിണറായി വിജയൻ തരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഇരുന്നു. ഇവിടെ ഫ്രം സ്ക്രാച്ച് ടു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി, അതാണ് ഞാൻ ഈ ഒരു മാറ്റത്തെ കാണാനായി ആഗ്രഹിക്കുന്നത്. കാരണം 20% വരെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് അത്രയും വോട്ട് ഷെയറിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു വളർച്ചയാണ് അസമിലായാലും ത്രിപുരയിലായാലും തെലങ്കാനയിലായാലും ഒഡീഷയിലായാലും BJPക്ക് ഉണ്ടായത്. അസാധ്യമെന്ന് തോന്നിയിരുന്ന ഒഡീഷയിലൊക്കെ BJP ഇത്രയും വളരുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലാണ് BJP ഒഡീഷയിൽ വളർച്ച കൈവരിച്ചത്. കാരണം പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള പാർട്ടികൾ നിൽക്കുന്ന ഒഡീഷയിൽ സാധ്യമായ ഒന്നാണ് നമ്മളവിടെ കണ്ടത്. ആ ഒരു മോഡൽ അത് കേരളത്തിൽ അസാധ്യമാണെന്ന് എഴുതി തള്ളരുത്. കാരണം BJPക്ക് കൃത്യമായ ഒരു മെക്കാനിസം ഉണ്ട്. അത് അമിത്ഷായ്ക്ക് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനറിയാം. അമിത്ഷാ ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മാത്രം നിങ്ങൾ കാണരുത് എന്നതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. പലതരത്തിൽ എന്താണ് ഒരു പ്രദേശത്തിന് യോജിച്ച സ്ട്രാറ്റജി അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ, അത് ആളുകളെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാം. ഇവിടെ ആളുകളെ ഇൻസ്പയർ ചെയ്യുക, അതിലൂടെ ഒരു നേട്ടത്തിലേക്ക് എത്തുക, അതാണ് ഇവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കൂടുതൽ ഇപ്പോൾ ബംഗാൾ ത്രിപുര മോഡലിൽ ഇടതുപക്ഷത്തിന്റെ ഒരു തകർച്ചയാണോ കേരളത്തിൽ സംഭവിക്കുക, അതാണോ കേരളത്തിൽ ഉണ്ടാവുക, അതോ കോൺഗ്രസിന്റെ വോട്ടുകൾ ശിഥിലമായി കോൺഗ്രസ് തകർന്നതുപോലെ ഇവിടെ UDFന്റെ തകർച്ചയാണോ BJPക്ക് ഗുണമാവുക? ഈ രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിക്കാനുള്ളത്. കാരണം വോട്ട് പുറത്തുനിന്നൊന്നും വരാനില്ല. ഈ രണ്ട് മുന്നണികൾ കാലാകാലങ്ങളായി ഷെയർ ചെയ്യുന്ന വോട്ട് BJPയിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നതിന് ഏതാണ് കൂടുതൽ നല്ല സ്ട്രാറ്റജി, അത് ഓരോ മണ്ഡലങ്ങളിലെ അതാണ് പ്രാദേശികം ബൂത്ത് തലം എന്ന് ഞാൻ പറഞ്ഞത്. ഓരോ ബൂത്തിലും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കേഡർ വോട്ടുകൾ കുടികെട്ടിക്കിടക്കുന്ന ബൂത്ത് എന്ന് പറയുന്ന ബൂത്തിൽ നിന്ന് വരെ വോട്ടെടുത്തു മാറ്റാൻ BJPക്ക് സാധിക്കുമെന്നത് ധർമ്മടത്ത് നമ്മൾ കണ്ടതാണ്. ധർമ്മടത്ത് പിണറായി വിജയന്റെ ബൂത്തിലടക്കം BJPക്ക് ഉണ്ടായ വോട്ട് വളർച്ച എന്ന് പറയുന്നത് അതൊരു സ്പെസിമെനാണ്. അപ്പോൾ അങ്ങനെ ബൂത്ത് തലത്തിൽ അതുകൊണ്ടാണ് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമായി എടുത്തുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾക്ക് ഇത്രയല്ലേ വളരാൻ സാധിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ബൂത്ത് തലത്തിൽ BJP കൈവരിക്കുന്ന വളർച്ച അത് അവരുടെ പ്രവർത്തനത്തിന്റെ അത് ഘട്ടം ഘട്ടമായി അത് നടപ്പാവുകയുള്ളൂ. ആ സമ്പർക്കങ്ങൾ അതൊക്കെ നടത്തുന്നതിനായിട്ടാണ് RSSനെ അടക്കം ഉപയോഗിക്കുക. ഹരിയാനയിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച, മഹാരാഷ്ട്രയിൽ പരീക്ഷിച്ച് വിജയിച്ച, ദില്ലിയിൽ പരീക്ഷിച്ച് വിജയിച്ച, ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ ഡൽഹിയാണ്. ഡൽഹിയിൽ BJPയേക്കാൾ RSS ആണ് ഈ കൃത്യമായി യോഗങ്ങൾ നടത്തിക്കൊണ്ട് ആ ഒരു കേഡേഴ്സിനെ ഇറക്കിക്കൊണ്ട് കൃത്യമായി അവിടെ വോട്ട് ഉറപ്പിച്ച് നിർത്തിയത് എന്നതൊരു വസ്തുതയാണ്. ഇവിടെ അമിത്ഷാ ഈ വാർഡ് തല നേതൃയോഗത്തിന് ശേഷം നേതാക്കളുമായി കൂടിച്ചേർന്നിരുന്ന സംസാരിച്ച ഒരു യോഗവും നടന്നിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഇത് ബലിദാനികളുടെ പാർട്ടിയാണ്. അപ്പോൾ പലതരത്തിൽ ഇപ്പോൾ പദവികൾ കിട്ടിയില്ല. ഇപ്പോൾ നേരത്തെ ആൻഡ്രോ സാർ പദവികളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ പദവികൾ കിട്ടിയില്ല എന്നതല്ല കാര്യം. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, പാർട്ടി വളർത്തുക, അത് വിജയമാക്കി കൺവേർട്ട് ചെയ്യുക. പാർട്ടി എന്നതിനപ്പുറം, താൻ എന്നതിനപ്പുറം വിജയമാണ് വലുത് എന്നതിലേക്ക് അവരെ ഒന്ന് കൊണ്ടുപോവുക, അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക. അത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത്. ഇന്നത്തെ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രവർത്തകരെ കണ്ടപ്പോൾ ജയിക്കണമെന്ന ഒരു തോന്നൽ അവർക്കുണ്ട് എന്ന് തനിക്ക് തോന്നി എന്ന് നേതാക്കളോട് ഇന്ന് അമിത്ഷാ പറയുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന യോഗത്തിൽ അമിത്ഷാ പറയുകയാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അതെങ്ങനെയാണ്, നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നിന്ന് എങ്ങനെയാണ് മാറിപ്പോകേണ്ടത്, അല്ലെങ്കിൽ ഈ റൂട്ടിൽ ഏതൊക്കെ രീതിയിലാണ്
എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്, അതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിനാണ് അമിത്ഷാ ഇന്ന് വന്നത്. അല്ലാതെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ടല്ല, ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് വിജയം കൊണ്ടുവരിക. അതാണ് കൃത്യമായി ബ്രീഫ് ചെയ്തത്. നേരത്തെ നിയമത്തെ അക്കൗണ്ട് പൂട്ടിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. നിയമത്തെ അക്കൗണ്ട് പൂട്ടാനായിട്ട് ഇടതുപക്ഷത്തെ സഹായിക്കാനായിട്ട് ഒരാൾ അങ്ങോട്ട് വന്നിരുന്നു. ആ ആളെ തൃശ്ശൂരിൽ മൂന്നാമതാക്കിയാണ് അവിടെ BJP അക്കൗണ്ട് തുറന്നത് എന്നതുകൂടി മറക്കരുത്. സുരേഷ് ഗോപി ഇറക്കി തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നപ്പോൾ നിയമസഭയിൽ ലോക്സഭയാണെങ്കിൽ അക്കൗണ്ട് പൂട്ടൽ നടന്നു. അവിടെ കോൺഗ്രസിന്റെ അക്കൗണ്ട് ആയിരുന്നു. പാർലമെന്റിൽ അക്കൗണ്ട് തുറക്കുന്നതും പൂട്ടുന്നതും നിയമസഭയിൽ അക്കൗണ്ട് പൂട്ടുന്നതും തുറക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ അക്കൗണ്ടാണ് BJP രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2021 തിരുവനന്തപുരത്ത് അക്കൗണ്ട് പൂട്ടിയായിരുന്നു. ശരി, അതാണ് നിയമത്തെ കാര്യം. ഉറപ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ് BJP ഒരിക്കലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള നിയമസഭാ തൃശ്ശൂരിലും അങ്ങനെയാണ്. BJP, അതായത് സുരേഷ് ഗോപി മൂന്നാമതാകുമെന്നിരുന്ന് പ്രവചിച്ച സഹപ്രവർത്തകരൊക്കെ എനിക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്തായാലും അമിത്ഷാ പറഞ്ഞതുപോലെ 15 വർഷമായി കേരളം അദ്ദേഹത്തിന്റെ റഡാറിലുണ്ട്. ആ റഡാറിലുള്ള കേരളവും അദ്ദേഹം പിടിച്ചിരിക്കുമെന്നേ. ഒഡീഷയിൽ സാധ്യമാണെങ്കിൽ, ത്രിപുരയിൽ സാധ്യമാണെങ്കിൽ കേരളത്തിലും സാധ്യമാകുമെന്ന് അമിത്ഷായ്ക്ക് നല്ല ഉറപ്പുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം അവിടെ നടത്താൻ പോകുന്നത്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ള ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 100 ദിവസം പോലുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ിലേക്ക് പോകാൻ 100 ദിവസം മാത്രമേ ഉള്ളൂ. അത് ഓരോ ദിവസവും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയും ഫ്രെയിംവർക്കും BJPക്ക് ആയി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം, തൃശ്ശൂർ ഈ 2 കോർപ്പറേഷനുകളിലും 2020 മികച്ച നേട്ടമാണ് കൈവരിച്ചത്. അത് ഭരണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ ഒരു MP ഉണ്ട്. തൃശ്ശൂരിൽ നല്ല സംഘടനാ മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരും തിരുവനന്തപുരവും അസാധ്യമല്ല. നിങ്ങളിരുന്ന് ഇപ്പോൾ പുച്ഛിച്ചിരിക്കുന്നവരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ എന്ന് തിരിച്ച് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ 10 മുനിസിപ്പാലിറ്റികളിൽ അധികാരം പിടിക്കുക, അതാണ് ലക്ഷ്യം. 21,000 വാർഡുകൾ. ആ വാർഡുകളിൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ വിജയമെന്ന് പറയുന്നത് അത്രയ്ക്ക് അസാധ്യമൊന്നുമല്ല. ഇതിനേക്കാൾ എത്രയോ താഴെ നിന്നാണ് കയറി വന്നിപ്പോൾ അവർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നതുകൂടി നോക്കണം. എന്തായാലും ഭാരത് മാതാ കീ ജയ് ആ മുദ്രാവാക്യം വിളിച്ചത് വെറുതെയൊന്നുമല്ല. നിലവിൽ നിലനിൽക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് വന്ന് പുത്തരിക്കണ്ടത്ത് വന്ന് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചത്. അത് കേൾക്കേണ്ട ആളുകളൊക്കെ കേട്ടിട്ടുമുണ്ട്. എന്തായാലും BJPയുടെ തന്ത്രങ്ങളുടെ തലച്ചോറെന്നാണ് BJP വൃത്തങ്ങളിൽ അമിത്ഷായെ വിളിക്കുന്നത്. അപ്പോൾ ആ തലച്ചോറ് കേരളത്തിൽ കൃത്യമായി പ്രവർത്തിപ്പിച്ച് അദ്ദേഹത്തിന് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. 2026 അധികാരത്തിലെത്തും എന്നുള്ള അമിത്ഷായുടെ ആത്മവിശ്വാസം അത് പിടിച്ചെടുക്കാനാണോ എന്നുള്ളതാണ് ചോദ്യം. പിടിച്ചെടുക്കാൻ വേണ്ടിയാണല്ലോ സ്വാഭാവികമായും ഇത്രയും കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ BJP ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് അമിത്ഷാ 2018 ശരണം വിളിയോടുകൂടിയാണ് അന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അത് നേരത്തെ ആൻഡോ സൂചിപ്പിച്ചു. ഇന്നിപ്പോൾ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ട്, പിണറായി വിജയൻ ഇതറിയട്ടെ, ഇവിടെ ഇങ്ങനൊരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി, അതുകൊണ്ട് ഭാരത് മാതാ കീ ജയ് വിളിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഭാരത് മാതാ കീ ജയ് വിളിക്കാനുള്ള കാരണം? നോക്കൂ, ഗവർണർ ഭാരതാംബ വിവാദം സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇതിലുള്ളൊരു കട്ടൻ റേസർ ആയിരുന്നില്ലേ, ഒരു പശ്ചാത്തലമൊരുക്കലായിരുന്നു ഗവർണർ ചെയ്തത്. ആ ഗവർണർ ഭാരതാംബ വിഷയം കത്തിയില്ലെങ്കിൽ ഇന്ന് എന്ത് എടുത്തിട്ട് അമിത്ഷാ ഈ ഭാരത് മാതാ കീ ജയ് വിളിക്കും? നാട്ടിൽ ചിരിക്കൂലേ? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മാത്രമായിട്ട് വന്ന് പറയാൻ പറ്റൂ? ഇത് ഭാരതാംബ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വന്ന് ഭാരത് മാതാ കീ ജയ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ സൂക്ഷ്മമായിട്ടുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ എത്രത്തോളമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇന്ന് യഥാർത്ഥത്തിൽ അമിത്ഷാ ചെയ്ത പ്രസംഗം. ഞാൻ ആ പ്രസംഗം മുഴുവൻ അതിൻ്റെ വെർബാറ്റം എടുത്ത് പരിശോധിക്കുകയായിരുന്നു. ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും 2018 എന്താണോ അമിത്ഷാ പറഞ്ഞത് അതിൻ്റെ വേറൊരു ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രസംഗമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അന്ന് അമിത്ഷായ്ക്ക് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തൊരു മറുപടിയുണ്ട്. സർക്കാരിനെ വലിച്ചു താഴെയിടാൻ ഈ തടിമിടുക്കൊന്നും പോരാ, അത് ഗുജറാത്തിൽ പോയി കാണിച്ചാൽ മതി എന്നാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കൃത്യമായി അത് സംഭവിക്കുകയും ചെയ്തു. ഓരോ അക്കൗണ്ട് ഉണ്ടായിരുന്നത് അത് പൂട്ടിക്കുകയും ചെയ്തു 2021. നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 19.21% എന്നുള്ള കണക്ക് വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അളക്കുകയേ ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ അതേസമയം BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നുള്ളത് ബഹുമുഖ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു രംഗം നിർവഹിച്ചിരിക്കുന്നയാളാണ് ഗവർണറുടെ ഭാരത് മാതാ കീ ജയ്. അതിപ്പോൾ ഈ രംഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കട്ടൻ സെറ്റായിരുന്നു. ഇനി ഭാരത് മാതാ വിവാദം ആവശ്യമില്ല, അത് അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്തിരിക്കുന്നു. ഭാരത് മാതാ കീ ജയും ചർച്ചയിൽ നിർത്തുന്നത് അമിത്ഷായ്ക്ക് വേണ്ടി
വേണ്ടിയുള്ള ഒരു എൻട്രി ആയിരുന്നു. പക്ഷേ അത് വേണ്ടത്ര അങ്ങോട്ട് ഫലപ്രദമായില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് കണക്കുകളൊന്ന് നോക്കൂ. എന്താണ് ഇപ്പോൾ ബി ജെ പി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നവും സാധ്യതയും? ബി ജെ പിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആരെ മുൻനിർത്തിയായിരുന്നു? 23% വരുന്ന ഇവിടുത്തെ OBC വിഭാഗത്തിൽപ്പെട്ട ഈഴവ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി ജെ പി ആദ്യം രാഷ്ട്രീയതന്ത്രം മെനയുന്നത്. BDJS വരുന്നത് ആ ഘട്ടത്തിലാണ്. ഒരു പരിധിവരെ ഈഴവ വോട്ടുകളിൽ 39% വോട്ടുകൾ ബി ജെ പിക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വസ്തുതയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവർ നടപ്പാക്കാൻ ശ്രമിച്ചു. എന്താണ്? ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം. ആ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ചു, പല തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഒടുവിൽ നമ്മളുടെ വൈപ്പിനിൽ നടന്ന സമരം വരെ എടുത്തുകൊണ്ട് ഇവർ ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നു. ഒടുവിൽ എല്ലാ വിഷയങ്ങളും എങ്ങനെ തിരമാലകളിൽ തട്ടി തകരുന്നതല്ലേ കണ്ടത്? 2024 ഞാൻ 3 മണ്ഡലങ്ങൾ പറയാം. ഒന്ന് പത്തനംതിട്ട, ഒന്ന് കോട്ടയം, മറ്റൊന്ന് ചാലക്കുടി. ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയിട്ട് BJP അക്ഷീണമായിട്ട് യത്നിക്കുന്ന സമയം അനിൽ ആന്റണിയെ തന്നെ രംഗത്തിറക്കി. പത്തനംതിട്ടയിൽ അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ അനിൽ ആന്റണിക്ക് കിട്ടിയോ? കിട്ടിയില്ലെന്ന് മാത്രമല്ല, കുറഞ്ഞു. എത്ര വോട്ട്? 66,000 വോട്ടുകൾ കുറഞ്ഞു. 3% വോട്ടുകൾ പത്തനംതിട്ട കുറഞ്ഞു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയോ? അവിടെ ഈഴവ വോട്ടുകൾ ഏകീകരിച്ചു. ക്രിസ്ത്യൻ വോട്ടുകൾ കലത്തിൽ ഓട്ട ഉള്ളതുപോലെ അങ്ങ് ഒലിച്ചുപോയി. ചാലക്കുടിയിൽ ഏകദേശം 48,000 വോട്ടിൻ്റെ കുറവുണ്ടായി. ഈ 3 മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചു. തൃശ്ശൂരിൽ അത് സാധിച്ചു. തൃശ്ശൂരിൽ ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ഒരു പരിധിവരെ ഈഴവ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും വസ്തുതയാണ്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് അമ്പയെ പാളിപ്പോയി 2024 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ പ്രതീക്ഷിച്ചതുപോലെ BJPക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താ? ഇപ്പോൾ BJPയുടെ പുതിയ പട്ടിക വന്നപ്പോൾ BJP NJP ആയി മാറി എന്ന നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. നായർ ജനതാ പാർട്ടി. കാരണം 41 പേരിൽ 28 പേരും നേരത്തെ പറഞ്ഞ ടോപ്പ് ക്ലാസ്സാണ്. ഈ ടോപ്പ് ക്ലാസ് എന്ന് പറയുന്നത് ആകെ 12% വോട്ടേ കേരളത്തിലുള്ളൂ നായർ കമ്മ്യൂണിറ്റിക്ക്. അപ്പോൾ ഈഴവ വോട്ടുകൾ ഏകീകരിക്കുന്നില്ലെങ്കിൽ BJPക്ക് വളരാൻ കഴിയില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ചില്ലെങ്കിൽ അഥവാ BJPക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ BJPക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ഇതാണ് BJP നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം. ഈ 2 സമുദായങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം തിരിച്ചടിയായി. പക്ഷേ ഇപ്പോൾ എന്താ? ഷോൺ ജോർജിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതേപോലെ അനൂപ് ആന്റണിയെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ജിജിയെ കൊണ്ടുവരുന്നു. ഇവരെ വെച്ചുകൊണ്ടൊന്നും കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വ്യാമോഹമാണ്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ 2024 തന്നെ സാധിക്കുമായിരുന്നു. കാരണം അവിടെ നരേന്ദ്രമോദി ആ മിഷൻ തന്നെയാണ് കൊടുത്തിരുന്നത്. ക്രിസ്ത്യൻ വോട്ടുകളെ പൂർണ്ണമായിട്ടും ഏകീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് പൂർണ്ണമായിട്ടും ഫലം കണ്ടില്ല എന്നാണ് 2024 പറയുന്നത്. ഇനി ഇത് കണക്കിൻ്റെ കഥയാണ്. ഞാനിപ്പോഴും പറയുന്നു, 30 മണ്ഡലങ്ങളിൽ BJPക്ക് ഇപ്പോഴും ഒരു ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. അതിൽ മഞ്ചേശ്വരത്ത് നിന്ന് ഒരു BJP സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് വന്നാൽ അത് അത്ഭുതപ്പെടാനുമില്ല. കടുത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. അതിനും അപ്പുറത്തേക്ക് വലിയ പ്രകടനമൊന്നും BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ BJPക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖറിൻ്റെ പുതിയ ടീം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ അടിത്തട്ടുമായി ബന്ധമില്ലാത്ത ഒരു ടീമാണ്. ആ ടീമിനെ വെച്ചുകൊണ്ടാണ് BJP പ്രവർത്തിക്കാൻ പോകുന്നത്. അതിൻ്റെ തന്നെ കാസ്റ്റ് ഇക്വേഷൻസ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. അതൊരു NJP എന്ന മട്ടിലാണ് BJP നേതാക്കൾ തന്നെ BJP ഇപ്പോൾ കാണുന്നത്. അതിൽ ഈഴവ പ്രാതിനിധ്യം നന്നേ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് ആ അർത്ഥത്തിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് പതിവ് പോലെ പിടിച്ചെടുക്കുക സാധ്യമല്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ KPCC ശക്തമായിട്ടൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നേരത്തെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വളരെ കൃത്യമായിട്ട് KPCC പ്രവർത്തിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. മലബാർ മേഖലയിലാണെങ്കിൽ ലീഗ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പോക്കറ്റുകളിലൊക്കെ സംഘടിതമായ ശ്രമമാണ് നടത്തുന്നത്. BJP ഇനി ആരുടെ വോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്? LDFിൻ്റെ വോട്ടാണല്ലോ കൊണ്ടുപോകേണ്ടത്. പരമാവധി LDFിൻ്റെ വോട്ട് 2024 പിടിച്ചെടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 11 ഇടങ്ങളിൽ ഒന്നാമതെത്തിയത്. അതിനും അപ്പുറത്തേക്ക്. പക്ഷേ ആ സാഹചര്യമല്ല 2026 ആകുമ്പോഴേക്കും. കാരണം ഈ 11 ഇടങ്ങളിലും വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ വേണം. ഇത് നമ്മൾ പറയൂ, BJPക്ക് എത്ര സ്ഥാനാർത്ഥികളെ 11 ഇടങ്ങളിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള ആത്മവിശ്വാസമുണ്ട്? നമുക്ക് കണക്കെടുത്ത് നോക്കാം. ഏതൊക്കെ നേതാക്കളുടെ പേരാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ പല നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖർ വെട്ടി. അതാണ് അതിലെ കൗതുകകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ അമിത്ഷാ 2026 അധികാരം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത് ഗൗരവമായിട്ടാണ്. പക്ഷേ ഒരു ത്രികോണ മത്സരം ഉണ്ടാവും. ചുരുങ്ങിയത് 30 മണ്ഡലങ്ങളിലെങ്കിലും
ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാകും. ഇനി ആ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. ഇന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കൗതുകകരമായ ചില വിഷയങ്ങളുണ്ടല്ലോ. സർക്കാർ സ്പോൺസേഡ് ആയിരിക്കുന്ന കൊള്ളയായിരുന്നു ഈ സ്വർണ്ണക്കടത്തെന്നാണ് അമിത്ഷാ പറയുന്നത്. അപാരമായ തൊലിക്കെട്ട് വേണം ഇപ്പോഴും പറയാൻ. ആഭ്യന്തര വകുപ്പാണ് അമിത്ഷാ കൈകാര്യം ചെയ്തത്. ഈ കേസ് ആരുടെ പക്കലായിരിക്കുന്നത്? ദേശീയ അന്വേഷണ ഏജൻസിയുടെ കയ്യിലാണ്. എത്ര വർഷമായി സുജയ കേസ് തുടങ്ങിയിട്ട്? 5 വർഷമായി. അതിലെ പ്രതിയായിരുന്നയാളെ ഈ സംഘപരിവാറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സംഘടന സ്റ്റാഫായിട്ട് നിയമിച്ചു, സ്വപ്ന സുരേഷിനെ. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയില്ലേ? ഇനി സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ടോ ബിരിയാണി ചെമ്പെന്ന് പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഈ കേരളത്തിലെ വോട്ടർമാരുടെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ അപാരമായ തൊലിക്കെട്ട് വേണം. ഇതൊന്നും അറിയാതെ അമിത്ഷായെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് ആരാണ്? ആ നല്ല മനസ്സിന് നമസ്കാരം എന്ന് എനിക്ക് പറയേണ്ടു. അതാണ് ഒന്ന്. രണ്ടാമത്തത് എക്സാലോജിക്ക്. ഇപ്പോൾ CMRLൻ്റെ പേര് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് എക്സാലോജിക്ക് നിർത്തിയത്. കാരണം എന്താ? CMRLൻ്റെ പേര് പറഞ്ഞാൽ സുജയ വീണ്ടും കോടതി പോയി കിടക്കേണ്ടി വരും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഹൈക്കോടതി വിധി അനുസരിച്ച് CMRL അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും പങ്കുവയ്ക്കാൻ കഴിയുന്ന ഷോൺ ജോർജിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാലോജിക്കെന്ന് മാത്രം പറഞ്ഞുപോയി. ആ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നതാരാ? അതും കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. എവിടം വരെ എത്തിയ അന്വേഷണം? എന്തെങ്കിലും തെളിവിൻ്റെ ഏതെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തിയോ? അതും കണ്ടെത്തിയില്ല. പിന്നെ വന്നത് കെ-ഫോണാണ്. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച് വാലും ചുരുട്ടി ഓടി. കെ-ഫോണിൻ്റെ ഒരാരോപണവും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള മുഖമടച്ചുള്ള പ്രതികരണം കൂടെ കിട്ടി. അപ്പോൾ കെ-ഫോണും നിൽക്കില്ല. പിന്നെ ഏതാ കേസ് പറഞ്ഞിരിക്കുന്നത്? എക്സാലോജിക്ക്, കെ-ഫോണ്, പിന്നെ ഇനി പറഞ്ഞിരിക്കുന്നു വികസന പദ്ധതിയുടെ കാര്യത്തിൽ വിഴിഞ്ഞമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇതൊക്കെ കേരളത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു കേന്ദ്രം പറയുക? വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ നമുക്ക് കിട്ടേണ്ട പണം ലോണായിട്ട് അനുവദിച്ചിട്ട് ഇവിടെ വന്ന് വിഴിഞ്ഞം പദ്ധതി കേന്ദ്ര പദ്ധതിയാണെന്ന് പറയുക. എന്ന് ആലോചിച്ച് നോക്കിയേ. 5000 കോടിയിലധികം രൂപ കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് കേന്ദ്രം റോഡ് വികസനത്തിന് എടുത്തതിന് ശേഷം പറയുക നാഷണൽ ഹൈവേ വികസനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ മാത്രം പദ്ധതിയാണെന്ന് പറയുക. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഏറെ ചർച്ച ചെയ്യുകയും പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയും ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഒരൊറ്റ കാര്യം ഉറപ്പാണ്, 2018 BJPക്ക് ഒരു പിടിവള്ളി ഉണ്ടായിരുന്നു. അത് ശബരിമലയായിരുന്നു. അതാണ് ശരണം വിളിയോടുകൂടി ശബരിമലയിലെ തുടങ്ങിയത്. പക്ഷേ 2025 ആകുമ്പോഴേക്കും വിളിക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിച്ചു. അതിനൊരു സെറ്റ് ഗവർണർ ഇട്ടുകൊടുത്തു. ആ സെറ്റ് ഇട്ട് കൊടുത്ത് ഗവർണർ അവിടെ വന്ന് അമിത്ഷാ അവിടെ വന്ന് വിളിക്കുന്നു. പക്ഷേ ഇതിനെ ഞാൻ ചെറുതായിട്ടല്ല കാണുന്നത്. കേരളത്തെ ഗൗരവപൂർവ്വം തന്നെയാണ് സമീപിക്കുന്നത്. എനിക്കൊന്നു തമിഴ്നാട്ടിലടക്കം 11% വോട്ട് വർധനമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. പക്ഷേ ഒരു കുഴപ്പം സംഭവിച്ചു. അവിടെ BJP രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അണ്ണാമലൈ പുറത്തായി. പകരം പുള്ളി നയനാർ നാഗേന്ദ്രൻ വന്നു. അതാണ് കേരളത്തിൽ BJPയെ 30 സീറ്റ് കിട്ടിയാൽ പോലും അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ BJP അധ്യക്ഷൻ പുറത്തായി. ആ BJP അധ്യക്ഷനോടൊപ്പം നിന്ന ആൾക്കാരും പുറത്തായി. പകരം പുതിയ ആള് ഒരു സീറ്റെങ്കിലും പാർലമെന്റിലേക്ക് ഒരു സീറ്റെങ്കിലും ഉണ്ടാക്കി കൊടുത്തു. നിയമസഭയുടെ അക്കൗണ്ട് പൂട്ടിയെങ്കിൽ പോലും. അതുകൊണ്ട് BJP കേരളത്തിൽ ഒരു ശക്തമായിട്ടുള്ള മൂന്നാമത്തെ കക്ഷിയായിട്ട് തുടരും എന്നതിനും അപ്പുറത്തേക്ക് കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളം ഇപ്പോൾ തിളപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. അത് ആർക്ക് വേണ്ടി കുളിക്കാനാണ് എന്നുള്ളത് നമുക്ക് 2026 വിധി വരുമ്പോൾ കാണാം. ഒന്നുറപ്പാണ്, 30 മണ്ഡലങ്ങളിൽ നല്ല കനത്ത പോരാട്ടം നടക്കും. പക്ഷേ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് BJP. ഒരു ഭാഗത്ത് ഈഴവ സമുദായത്തിലെ പ്രാതിനിധ്യം കുറയുന്നത് ആശങ്കയുണ്ടാക്കുന്നു. മറുഭാഗത്ത് പ്രതീക്ഷിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷം ശക്തമായ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഉയർത്താൻ BJPക്ക് ഇപ്പോഴാണെങ്കിൽ മതപരമായ കുത്തിത്തിരിപ്പൊന്നും കാര്യമായിട്ട് കിട്ടുന്നുമില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഒരു സുവർണ അവസരമില്ല BJPയെ സംബന്ധിച്ച്. അതാണ് BJP നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ സുവർണാവസരത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഗവർണറും ഒരു കുന്നുമ്മൽ ബോയ്സും ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. കേരളം BJP പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മീറ്റ് ദി എഡിറ്റേഴ്സിന്റെ വിധി 3 പേരുടെ അഭിപ്രായം നോ എന്നാണ്, ഒരാളുടെ അഭിപ്രായം യെസ് എന്നാണ്.